സീനിയർ CLC അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇടവാങ്ങൾ ഒത്തൊരുമിച്ച് ഈ ലോകത്തിന് മുന്നിലെ കൂട്ടായ്മയുടെ ഒരു വലിയ ദൃശ്യവിരുന്ന് 2023 നൽകുകയുണ്ടായി. അതിനെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡും നമ്മുടെ ഇടവയ്ക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ച എന്ന വണ്ണം ഈ തവണയും അവരുടെ നേതൃത്വത്തിലെ ഒരുപാട് പേരെ ഈ അരങ്ങിനെ വീണ്ടും ഉണർത്തുകയാണ്. കർത്താവിൻ്റെ അന്ത്യതാഴത്തിൻ്റെ ലൈവ് ഷോ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട് കലയ്ക്കും കലാകാരന്മാർക്കും ഒരുപാട് പ്രാധാന്യം നടക്കുന്ന നാടാണ്. കലയിലൂടെ ദൈവത്തെ സന്തോഷിപ്പിക്കുവാനും കണ്ടുകൊണ്ടിരിക്കുന്നവരെ ദൈവസാന്നിധ്യത്തിലേക്ക് ഉണർത്തുവാനുമാണ് ഈ കലാവിരുന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മ ഇതിലൂടെ പ്രകടമാകുന്നു. നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒരുപാട് പേർ പണിയെടുത്ത് ഒത്തിരിയേറെ രാത്രികൾ അവർ റിഹേഴ്സലൊക്കെ ചെയ്ത് ഇവിടെ ഈ ദൃശ്യവിരുന്ന് അവതരിപ്പിക്കുകയാണ്. അഗാപ്പെ, നമുക്കറിയാം, അഗാപ്പെ എന്നതിനെ നിഷ്കാമ സ്നേഹമെന്ന് അർത്ഥം കൂടിയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മറന്ന് കൊടുക്കുന്നതൊക്കെ ചിരന്തനമായിരിക്കുമെന്നുള്ള വലിയ സത്യം ഈ കുർബാനയുടെ തിരുനാളിൽ നമുക്ക് കൂട്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാന നമുക്ക് വേണ്ടി മുറിപ്പെട്ടതാണ്. നമ്മുടെ കുടുംബങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി മുറിപ്പെടുമ്പോൾ നമ്മുടെ കുടുംബത്തിലും ഈ അഗാപ്പകൾ പുനരാവർത്തിക്കട്ടെ എന്ന പ്രതീക്ഷയോടുകൂടെ ഇതിൻ്റെ അണിയറയിലും ഇതിൻ്റെ പിന്നണിയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇടവ കുടുംബത്തിൻ്റെ നല്ലൊരു കയ്യടി ആദ്യമേ തന്നെ കൊടുത്തുകൊണ്ട് 2025 ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം സീനിയർ CLC നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു അഗാപ്പെ. സ്നേഹം ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുന്നു. എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും. ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ സന്ധ്യയിൽ ഞങ്ങൾ അനന്തമായ സ്നേഹത്തിൻ്റെ ഒരു കഥ പറയുകയാണ്. 2023 എറവ് സെൻറ്റ് തെരേസാസ് കപ്പൽപ്പള്ളിയിൽ സീനിയർ CLC പ്രവർത്തകർ അവതരിപ്പിച്ച് പ്രേക്ഷക ഹൃദയങ്ങൾ നെഞ്ചിലേറ്റി രാജ്യാന്തര പ്രശസ്തി നേടിയ ദ വേ ടു കാൽവരി എന്ന മനോഹരമായ മഹാസൃഷ്ടി ബെസ്റ്റ് ഓഫ് ഇന്ത്യ നാഷണൽ അവാർഡ് നേടി. ഇന്നിവിടെ ഞങ്ങൾ അതേ കരുത്തും പ്രതിബദ്ധതയും കൊണ്ട് ഒരു പുതിയ ഗാഥ രചിക്കുകയാണ്. ഒരിക്കലും കെടാതെ നിലകൊള്ളുന്ന സ്നേഹത്തിൻ്റെ കഥ അഗാപ്പെ. ഇത് ഒരു നാടകമല്ല, ഇത് ഒരു അനുഭവമാണ്. മനുഷ്യനെ യേശുവിൻ്റെ അതിഗംഭീരമായ സ്നേഹത്തിൽ പങ്കുചേർക്കുന്ന ദിവ്യമായ സാക്ഷ്യമാണ്. നമുക്കൊരുമിച്ച് ആ സ്നേഹത്തിൻ്റെ ദീപ്തി അനുഭവിക്കാം. സ്വാഗതം അഗാപ്പയുടെ അതിമഹത്തായ ലോകത്തേക്ക്. രക്ഷകന്റെ പൂർണ്ണത നിറഞ്ഞ രാത്രി സിഹിയോൻ ശാലയിലെ ശാന്തമായ നിശബ്ദതയിൽ നിത്യതയുടെ ഗതിമാറ്റം അനാവരണം ചെയ്യപ്പെടാൻ പോകുന്നു. പകുത്തു നൽകപ്പെടുന്ന അപ്പത്തിൻ്റെയും പങ്കിട്ട വീഞ്ഞിൻ്റെയും അപ്പുറം ആസന്നമാകാൻ പോകുന്ന നിമിഷത്തിൻ്റെ ആഴങ്ങൾ അറിയാതെ 12 ഹൃദയങ്ങൾ സ്പന്ദിക്കുന്നു. ഈ അത്താഴ വിരുന്നിൽ ത്യാഗവും സ്നേഹവും വഞ്ചനയും ഇഴചേരുന്നു. ഒരു പുതിയ നിയമത്തിൻ്റെ മേശയൊരുങ്ങുന്നു. അതെ, ഇതാണ് അവസാനത്തെ അത്താഴം. ഒരു പുത്തൻ മാതൃകയുടെ സ്നേഹത്തിൻ്റെ അത്താഴം. ഉത്സവത്തിരക്കുള്ള സന്ധ്യ. ഇസ്രായേലിന്റെ വിപണികളിലും തെരുവോരങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. എങ്ങും ബലിയർപ്പിക്കുന്നതിനുള്ള പക്ഷിമൃഗാദികൾ, കാഴ്ച വസ്തുക്കൾ. ഇസ്രായേലിന്റെ തെരുവുകളിൽ എങ്ങും പ്രതീക്ഷയുടെ മിഴികൾ. അതെ, ഇസ്രായേൽ ഇന്ന് ഈ രാത്രിയിൽ പെസഹ തിരുനാളിനായി ഒരുങ്ങുകയാണ്. ഒപ്പം ഒരു ദിവ്യ അത്താഴത്തിന്റെ അവസാന അത്താഴത്തിന്റെ ഒരുക്കങ്ങളും. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ജനങ്ങൾ ഇത്തവണ ഉണ്ടെന്ന് തോന്നുന്നു.
എത്ര ജനങ്ങൾ കൂടിയിട്ടെന്താ? നിങ്ങൾ ഏത് ദേശക്കാരാ? ഞങ്ങൾ ഗലീലയക്കാരാണ്. എത്ര ജനങ്ങൾ കൂടിയിട്ടെന്താ? റോമക്കാർക്ക് കൊടുക്കേണ്ട ചുങ്കവും വർഷാവർഷം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾക്ക് എത്ര അപ്പം വേണമെന്നാ പറഞ്ഞത്? 13 അല്ല 15 അപ്പം, പുളിപ്പില്ലാത്ത 15 അപ്പം. യേശു കഴിഞ്ഞ ദിവസം ദേവാലയ അങ്കണത്തിൽ വെച്ച് സംസാരിച്ചത് നീ ശ്രദ്ധിച്ചോ? മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായെന്ന്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. എന്നാൽ അത് അഴിഞ്ഞാൽ വളരെയധികം ഫലം പുറപ്പെടുവിക്കും. യേശുവിൻ്റെ ഈ വാക്കുകൾക്ക് എന്താണ് അർത്ഥം? ഗുരു എപ്പോഴും കഥകളിലൂടെയാണ് സംസാരിക്കുന്നത്. ഗുരു മഹത്വപ്പെടാനാണെങ്കിൽ അവൻ അടുത്തെങ്ങാനും ജെറുസലേമിൻ്റെ ഭരണാധികാരിയായി സ്ഥാനം ഏറ്റെടുക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് സ്ഥാനമാണ് കൈകാര്യം ചെയ്യുക? ജെറൂസലേം നഗരം ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം യേശു നടത്തിയ ദേവാലയ ശുദ്ധീകരണമാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. ദൈവത്തോടുള്ള ഭക്തി അതിൻ്റെ ശരിയായ ദിശയിലേക്ക് യേശു തിരിച്ചുവിട്ട ദിവസങ്ങൾ. അതെ, നെറിയില്ലാത്ത വ്യാപാരത്തിന്റെ കാൽക്കീഴിൽ വിശുദ്ധ സ്ഥലം ചവിട്ടി മെതിക്കപ്പെട്ടപ്പോൾ ചാട്ടവാറുമായി ഇറങ്ങിയ യേശുവാണ് എല്ലാവരുടെയും ചർച്ചാ വിഷയം. ചൂഷണങ്ങളുടെയും വിലപേശലുകളുടെയും അഴിമതിയിൽ മുങ്ങിപ്പോയ ദേവാലയം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രം പിന്നിട്ടിരിക്കുന്നു. ചർച്ചകൾ ഒരു ത്രാസിന്റെ 2 തട്ടുകൾ പോലെ അജ്ഞതയുടെ ഊഹാപോഹങ്ങളുടെ ഉപരിതലത്തിൽ താളം തട്ടുന്നു. യേശുവിൻ്റെ പ്രവൃത്തികളെ അനുകൂലിക്കുന്ന ഒരു ജനസമൂഹവും മറുവശത്ത് യേശുവിനെ പ്രതികൂലിക്കുന്നവരും. എല്ലാവരുടെയും ചുണ്ടുകളിൽ ഒരേ ഒരു പേര് മാത്രം. ജനങ്ങൾ വിധിയുടെ പാന്താവിൽ യേശുവിനെ പ്രകീർത്തിച്ചും മറ്റുള്ളവർ അദ്ദേഹത്തെ വകവരുത്താൻ തയ്യാറായി. എന്നാൽ ഒരു കാര്യം ഉറപ്പ്, ലോകം ഇനി ഒരിക്കലും പഴയതുപോലെയാകില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? മുന്തിരിവീഞ്ഞാണോ? അതെ, മുന്തിരിവീഞ്ഞ്. ഇന്നലെ വരെ ആരും കാര്യമായി വാങ്ങാനില്ലായിരുന്നു. ആ നസറായനെ മനുഷ്യൻ വന്ന് എല്ലാം തകിടം മറിച്ചില്ലേ? എന്തു സംഭവിച്ചു? നിങ്ങളിവിടെ പുതിയവരാണോ? 2 ദിവസം മുമ്പ് ഇവിടെ നടന്നതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? എന്തു സംഭവിച്ചു? ആ നസറായനായ യേശു ചാട്ടോർമയിൽ കടന്നു വന്ന് പണം മാറ്റക്കാരുടെ മേശകൾ തട്ടിമറിച്ചിട്ടു. പാവം ഒരു ചെറുപ്പക്കാരൻ വിൽക്കാൻ വെച്ചിരുന്ന പ്രാവുകളെ പറത്തിവിട്ടു. എവിടെയായിരുന്നു ഇത്? ദേവാലയത്തിൽ. എന്നിട്ട് പറഞ്ഞതാ, എൻ്റെ പിതാവിൻ്റെ ആലയം വിപണിയാക്കരുതെന്ന്, ഇനി ഇവിടെ ആരെയും കാണരുതെന്ന്. അത് സംയോജിതമായ പ്രവൃത്തിയല്ലേ? ദേവാലയം വാണിഭ കേന്ദ്രമാകരുത് എന്നത് ശരിയല്ലേ? എന്നാൽ ഞങ്ങൾ മറ്റെന്തു ചെയ്യും? ഞങ്ങളുടെ കുടുംബം പുലർന്നു പോകുന്നത് ഈ കച്ചവടം കൊണ്ടല്ലേ? പിന്നെ ഭീമമായൊരു തുക കപ്പവും കൈക്കൂലിയുമായി കുറേ വാങ്ങിയിട്ടുണ്ട് ആ പ്രമാണികൾ. എന്ന് വിചാരിച്ച് നമ്മൾ വിശുദ്ധ സ്ഥലമായി കാണുന്ന ദൈവത്തിൻ്റെ ആലയം കച്ചവടത്തിനായി ഉപയോഗിക്കാമോ? ഇതൊക്കെ പറയാനും ചെയ്യാനും യേശു ആരാണ്? പുരോഹിതർക്കും പ്രമാണികൾക്കും ഇതിൽ എതിർപ്പില്ല. പിന്നെ എന്തിനാ ആ തച്ചൻ്റെ മകനെ? പുരോഹിതന്മാർ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ടല്ലേ യേശു ഇറങ്ങി പുറപ്പെട്ടത്? ദൈവത്തിൻ്റെ ആലയം ദൈവം വസിക്കുന്ന സ്ഥലമല്ലേ? നിങ്ങൾ ആ മനുഷ്യനെ അറിയുമോ? നമ്മിൽ അവനെ അറിയാത്തവർ ആരാണ്? പക്ഷേ ഇതാ നിങ്ങൾക്ക് വേണ്ടത്. യൂദാ, യൂദാ, എവിടെയായിരുന്നു യൂദാ? നീ
2 ദിവസമായി നിന്നെ ഞങ്ങൾ തിരയുകയാണ്. യേശു നിന്നെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നിന്നെ കണ്ടാൽ കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ 12 പേരും ഒരുമിച്ച് അത്താഴത്തിനുണ്ടാകണമെന്നാണ് ഗുരു നിർദ്ദേശിച്ചത്. എനിക്ക് ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ തീർപ്പാക്കാനുണ്ട്. അതെന്തായാലും ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ഗുരു പറഞ്ഞ പോലെ അത്താഴം കഴിക്കുന്നു. ഗുരു നിന്നെ കാത്തിരിക്കുന്നു യൂദ. ഞങ്ങൾ സെഗിയാൻ ശാലയിൽ പെസഹ അത്താഴത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദാ കണ്ടില്ലേ? എവിടെയാണ് അത്താഴം കഴിക്കുന്നത്? സെഗിയോൻ ശാലയിൽ. ഓ, സെഹിയോൻ ശാലയിൽ. അതെ, ഞാൻ വരും. നീ തീർച്ചയായും വരണം. ഇന്നത്തെ രാത്രി അത്രയേറെ പ്രധാനമാണ്. നിങ്ങൾ പോകൂ, ഞാൻ കുറച്ച് വൈകി വരാം. ഉറപ്പാണോ യൂദ? നീ എന്തോ ഭയപ്പെടുന്ന പോലെയുണ്ടല്ലോ. ഒന്നുമില്ല, ഞാൻ വരും. അധികാരത്തിൻ്റെ നിഴൽ വീണ ഇടനാഴികളിൽ പുരോഹിതന്മാരും ജനപ്രമാണികളും ചേർന്ന് ഒരു രഹസ്യയോഗം. അവരുടെ സ്വകാര്യ അറകളിൽ അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ നടന്ന ഗൂഢാലോചനകളിൽ അവർ ഒരു തീരുമാനമെടുത്തു. കാരണം തങ്ങൾ പരമപുച്ഛത്തോടെ ഉരുവിട്ടിരുന്ന നസ്രായനായ യേശു എന്ന് ഒരു പേരിനേക്കാൾ കൂടുതലായി അധികാര സിംഹാസനങ്ങൾ കൂടി തുളച്ചു കയറാൻ ശക്തിയുള്ള ശബ്ദമായിരിക്കുന്നു. യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കാൾ പൗരോഹിത്യവർഗം പേടിച്ചിരുന്നത് അവൻ്റെ വാക്കുകളായിരുന്നു. അവരുടെ കാപട്യം തുറന്നു കാട്ടിയ വാക്കുകൾ, പാരമ്പര്യത്തിൻ്റെ നൂലാമാലകൾ കെട്ടിപ്പൂട്ടിയ ക്ലാവ് പിടിച്ച കുടത്തിൽ നിന്നും ജനഹൃദയങ്ങളെ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിച്ചുവിട്ട വാക്കുകൾ. ഇതാ ഇവിടെ ആരംഭിക്കുന്നു ഗൂഢാലോചനയിൽ രൂപം കൊണ്ട ഒരു വിശുദ്ധ വഞ്ചനയുടെ കറുത്ത അധ്യായം. യേശുവിൻ്റെ ശിഷ്യനായ നീ എന്താ ഇവിടെ? ഞങ്ങളെ ചാട്ടവാറ കൊണ്ടടിക്കാൻ പറഞ്ഞയച്ചതാണോ? യൂദാസ് വന്നത് ഞാൻ നിർദ്ദേശപ്രകാരമാണ്. പറയൂ യൂദാസ്, നീ എന്ത് തീരുമാനിച്ചു? ഞാൻ തയ്യാർ. ഞാൻ അവനെ നിങ്ങളെ ഏൽപ്പിച്ചാൽ എനിക്കെന്ത് കിട്ടും? കൊള്ളാലോ ശിഷ്യൻ. നീ ആ മനുഷ്യനെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞങ്ങൾ നിനക്ക് വലിയ സ്ഥാനങ്ങൾ നൽകും. 30 വെള്ളി നാണയം. അതിനേക്കാൾ യൂദാസിന് എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ അവനെ ഏൽപ്പിക്കാം, എപ്പോ വേണമെങ്കിലും. പക്ഷേ ആരും അറിയരുത്. ഞാൻ അവനെ നിശ്ചയിച്ച സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് കൈമാറാം. ജനങ്ങൾ ഉള്ളിടത്ത് വേണ്ട. ഞങ്ങൾക്കവനെ തനിച്ച് കിട്ടണം. യേശു സ്ഥിരം പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലം എനിക്കറിയാം. ഞങ്ങൾ കുറച്ച് പടയാളികളെ അങ്ങോട്ട് അയക്കാം. നീ എന്തടയാളം അവർക്ക് കാണിച്ചു കൊടുക്കും? ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനെ ബന്ധിക്കാൻ നിങ്ങൾ അവരോട് പറയണം. സ്നേഹത്തിന്റെ പ്രതീകമായ ചുംബനം തന്നെ. ഒറ്റാൻ.
നിറമുള്ള സായാഹ്നമായിത സ്വർഗീയവാതിൽ തുറന്നതുപോലവേ യേശുവും ശിഷ്യരും ഒന്നു ചേർന്നിടവേ ശാശ്വത സ്നേഹത്തിൻ രശ്മികളെങ്ങുമേ സിന്ദൂര നിറമുള്ള സായാഹ്നമായിതാ. അമ്മമാർ ശിശുക്കളെ എടുത്തു വന്നു, ആനന്ദം മുഖങ്ങളിൽ തെളിഞ്ഞു കണ്ടു. കൈനീട്ടി ശിശുക്കളെ എടുത്തു നാഥൻ, കൺമുൻപിൽ സന്തോഷം പകർന്ന പോലെ. സിന്ദൂര നിറമുള്ള സായാഹ്നമായിത സ്വർഗീയവാതിൽ തുറന്നതുപോലവേ. ഓർമ്മയിൽ പൂക്കുന്ന പെസഹാദിനം, ഓരോ മനസ്സിലും തിരുനാൾ മുഖം. സിഹിയോൻ മാളിക തുറക്കും നിമിഷങ്ങൾ, സഫലമായി തീരുന്ന സ്വപ്നങ്ങൾ പോലെ. സിന്ദൂര നിറമുള്ള സായാഹ്നമായിത സ്വർഗീയവാതിൽ തുറന്നതുപോലവേ. ദുഃഖദീനം വരുമെന്നവരോർത്തു ദീനമായി ഹൃദയങ്ങൾ മിഴികളൊപ്പം ഒറ്റുകൊടുക്കുവാനെത്തുന്നു യൂദാസ്. മുറ്റും വിഷാദത്തിൽ മുങ്ങി ശിഷ്യർ. സിന്ദൂര നിറമുള്ള സായാഹ്നമായിത സ്വർഗീയവാതിൽ തുറന്നതുപോലവേ യേശുവും ശിഷ്യരും ഒന്നു ചേർന്നിടവേ ശാശ്വത സ്നേഹത്തിൻ രശ്മികളെങ്ങുമേ സിന്ദൂര നിറമുള്ള സായാഹ്നമായിതാ. അമ്മേ, പെസഹ എന്നാൽ എന്താ? എങ്ങനെയാ പെസഹ ആചരിക്കേണ്ടത്? പെസഹ അതൊരു വലിയ ഉത്സവമാണ് കുഞ്ഞെ. നമ്മുടെ പിതാക്കന്മാരുടെ ഈജിപ്തിൽ നിന്നുള്ള മോചനത്തിന്റെ ചരിത്രം ഓർമ്മിക്കാൻ നമ്മൾ കൊണ്ടാടുന്ന ഒരു ആചാരമാണ് പെസഹ. എന്ത് മോചനമാണമ്മേ? ഇത് മനസ്സിലാക്കാൻ ആദ്യം നിനക്ക് ഒരു കഥ പറഞ്ഞു തരാം. 100 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ജനങ്ങൾ ഈജിപ്തിൽ അടിമകളായിരുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓ, മോശയുടെ കഥ പോലെ. ശരിയാണ്. ഇസ്രായേൽ ജനതയുടെ മേൽ ഫറവോ അടിച്ചേൽപ്പിച്ചിരുന്ന തീരാ കഷ്ടതയും കൊടിയ പീഡനവും കണ്ട് മോശ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, എൻ്റെ ജനത്തെ മോചിപ്പിക്കണമേ എന്ന്. അപ്പോൾ ദൈവം ഫറവോയുടെ രാജ്യത്ത് 10ാമതായി അവസാനം ഒരു മഹാദുരന്തമയച്ചു. മഹാദുരന്തമോ? എന്നിട്ട് എന്തുണ്ടായി അമ്മേ? ദൈവം ഇസ്രായേൽ ജനത്തെ
മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാൻ, സംരക്ഷിക്കാൻ ഒരടയാളം പറഞ്ഞു. അതെന്തെന്നോ, ഒരു കുഞ്ഞാടിനെ ബലി കഴിച്ച് അതിൻ്റെ രക്തം തങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ പുരട്ടുക. അപ്പോൾ മരണദൂതൻ നിങ്ങളുടെ വീട് കടന്നു പോകും. അതിനാലാണ് ഇത് പെസഹ എന്ന് വിളിക്കുന്നത്. അതായത് മരണദൂതൻ കടന്നു പോയ ദിവസം. അമ്മേ, ഈ പെസഹ എങ്ങനെയാ ആചരിക്കുന്നത്? ഈ വിരുന്നിൽ ചില പ്രധാനപ്പെട്ട ആഹാരങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ അർത്ഥവുമുണ്ട്. അന്ന് ഈജിപ്തിൽ നിന്ന് മോചിതരാകുമ്പോൾ അപ്പം പുളിപ്പിക്കാനോ അത് പാകം ചെയ്യാനോ സമയമില്ലാതെ വേഗത്തിൽ ഈജിപ്തിൽ നിന്നും പോരേണ്ടി വന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുന്നത്. ദൈവം നമ്മുടെ ജനത്തെ മോചിപ്പിച്ചതിൻ്റെ സന്തോഷത്തിൻ്റെ പ്രതീകമായാണ് വീഞ്ഞു കുടിക്കുന്നത്. ഇത് 4 തവണ കുടിക്കും. ദൈവത്തിൻ്റെ 4 വാഗ്ദാനങ്ങൾ ഓർമ്മിച്ചുകൊണ്ടാണിത്. അതുപോലെ അടിമത്തത്തിൽ നമ്മുടെ പൂർവികർ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഓർമ്മയ്ക്കായി കൈപ്പുള്ള ഇലകളും നമ്മൾ ഭക്ഷിക്കുന്നു. ഈ വിരുന്നിൽ അപ്പവും വീഞ്ഞും ഇലകളും മാത്രമേ ഉള്ളൂ? പൂർവികർ അടിമത്തത്തിൽ നിന്നും മോചിതരായത് കുഞ്ഞാടിന്റെ രക്തത്തിലൂടെയായിരുന്നല്ലോ. ആയതിന്റെ ഓർമ്മയ്ക്കായി ആടിന്റെ മാംസം വേവിച്ചതും നമ്മൾ കഴിക്കാറുണ്ട്. പിന്നെ ജെറുസലേം ദേവാലയത്തിൽ നമ്മൾ സമർപ്പിക്കേണ്ട ബലികളുടെ ഓർമ്മയ്ക്കായി മുട്ട നമ്മൾ കഴിക്കുന്നു. ഇതുമാത്രവുമല്ല, പഴങ്ങളും മറ്റും ചേർത്തുണ്ടാക്കിയ ഒരു മിശ്രിതം, അതും നാം കഴിക്കാറുണ്ട്. അതായത് പൂർവികർ ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ നിർമ്മിച്ച ചൂളക്കല്ല് പോലെയുള്ള കഷ്ണങ്ങളുടെ പ്രതീകമായിട്ടാണത്. ഇതൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. അമ്മേ, യേശുവിന്റെ അവസാനത്തെ അത്താഴവും ഈ പെസഹ ആചരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശരിയാണ്. പെസഹായിൽ കുഞ്ഞാടിന്റെ രക്തം പൂർവികർക്ക് അടിമത്വത്തിൽ നിന്നും മോചനം നൽകി. യേശു ഞാനാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നരുൾ ചെയ്തതുപോലെ സ്വയം രക്തം ചിന്തി. ഇതൊക്കെ മനോഹരമായ കഥയാണ്. പെസഹ എന്നത് ഒരു കഥയല്ല, ഒരു ജീവിത പാഠമാണ്, അല്ലേ? അതൊരു മോചനത്തിന്റെ, അളവില്ലാത്ത സ്നേഹത്തിന്റെ ഒരു പുതിയ നിയമമാണ്. ദൈവം തന്റെ ജനത്തിന് നൽകിയ മഹാ അനുഗ്രഹം. ജനങ്ങൾ ചിലർ നീ ഏലിയയാണെന്ന് പറയുന്നു. അവർ പറയുന്നു നീ സ്നാപക യോഹന്നാനാണെന്ന്. ചിലർ പറയുന്നു നീ പ്രവാചകന്മാരിൽ ഒരാളാണെന്ന്. നിങ്ങൾ എന്നെപ്പറ്റി എന്താണ് പറയുന്നത്? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വെറും ഒരു മീൻപിടുത്തക്കാരൻ, വിടുവായൻ. ഗുരുവിൻ്റെ ഒരു വാക്ക് മീൻ പിടിച്ച് ജീവിച്ചിരുന്ന സാധാരണ മനുഷ്യനായ എൻ്റെ ജീവിതം മുഴുവനായി മാറ്റി. പത്രോസേ, നീ ഇനി മീൻപിടുത്തക്കാരനല്ല, നീ മനുഷ്യനെ പിടിക്കുന്നവനാകും എന്നവിടുന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്നോ എൻ്റെ ഗുരു എന്താണ് ഉദ്ദേശിച്ചതെന്നോ ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ അവൻ്റെ കൂടെ ഓരോ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു, അവൻ വെറും ഗുരുവല്ല, അവൻ ജീവനുള്ള ദൈവം തന്നെയാണ്. അവൻ്റെ വചനങ്ങളാൽ എൻ്റെ ഉള്ളം അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ സ്നേഹം, കരുണ, സത്യസന്ധത എല്ലാം ആകർഷകമാണ്. പിശാചുബാധിതരെ മോചിപ്പിച്ചവൻ, രോഗികളെ സുഖപ്പെടുത്തിയവൻ. പക്ഷേ ഇപ്പോൾ അവൻ ഒരു രാജാവിനെ പോലെ ജെറൂസലേമിലേക്ക് വരുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു, ഹോസാന, രാജാവിന് സ്വാഗതം,
പക്ഷേ എനിക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ അവസാനത്തിൽ എന്താണെന്ന്. ഞാൻ ഒരു നേരം തള്ളിപ്പറഞ്ഞാലും എനിക്കറിയാം അവൻ എൻ്റെ മിശിഹ തന്നെയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ നിങ്ങളുടെ ദാസനാകട്ടെ. കാരണം ദൈവപുത്രൻ സേവിക്കപ്പെടാൻ വന്നതല്ല, മറിച്ച് സേവിക്കാനാണ്. ഗുരു, അങ്ങ് എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഗുരുവും ദൈവവുമായ അങ്ങ് എൻ്റെ കാലുകൾ കഴുകാൻ പോകുന്നു. തിരമാലകളോട് പോലും ആജ്ഞാപിക്കാൻ ശക്തിയുള്ള അങ്ങ് ഒരു ദാസനെ പോലെ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തരുത്. കേപ്പ, നിന്റെ കാലുകൾ കഴുകുവാൻ എന്നെ അനുവദിച്ചില്ലെങ്കിൽ നിനക്കെന്നോട് പങ്കില്ല. എൻ്റെ കർത്താവേ, അങ്ങനെയെങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല എൻ്റെ കൈകളും ശിരസ്സും കഴുകണമേ. കുളി കഴിഞ്ഞവൻ്റെ ദേഹം ശുദ്ധിയുള്ളതാണ്. പാപത്തിൻ്റെ ഭ്രമണപഥത്തിൽ നടന്ന കാലുകൾ മാത്രമേ കഴുകേണ്ടൂ. എന്നാൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല. സ്നേഹമാണ് ഏറ്റവും വലിയ കൽപ്പന. നിങ്ങളുടെ പാദങ്ങൾ കഴുകിയതുപോലെ നിങ്ങളും മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുക. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ എനിക്ക് ഈ രീതിയിൽ നിങ്ങളെ സേവിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുമെങ്കിൽ വിട്ടുകൊടുക്കൂ. വാശിയും വെറുപ്പും അവസാനിപ്പിക്കും. നിങ്ങളും പരസ്പരം സ്നേഹിക്കൂ. ആദി മുതൽ ഞാൻ അവൻ്റെ കൂടെയുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ വചനങ്ങൾ കേട്ടു, അത്ഭുതങ്ങൾ കണ്ടു. പക്ഷേ അതിലും വലിയൊരു വസ്തുത ഞാൻ മനസ്സിലാക്കി. അവൻ വെറും ഗുരുവല്ല, അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ സ്നേഹരൂപം. അവൻ്റെ സ്നേഹം അതിനതിരുകളില്ല. പാപികൾക്കായി കരയുന്നവൻ, ശത്രുക്കളോട് ക്ഷമിക്കുന്നവൻ. ഞാൻ അവൻ്റെ ഹൃദയത്തിൻ്റെ താളം കേട്ടവനാണ്. ഞാൻ ആരൊക്കെയോ ആണെന്ന് സ്വയം അഹങ്കരിച്ച് നടന്നവനാണ്. പക്ഷേ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ വാതായനങ്ങൾ തുറന്നു തന്നു. ആ വെളിച്ചത്തിൽ ഞാൻ അനുഭവിച്ച സ്നേഹം, അതാണ് യഥാർത്ഥ ദൈവസ്നേഹം. ഇപ്പോൾ അവൻ ഞങ്ങളുടെ പാദങ്ങൾ കഴുകി. വിനയത്തിന് ഇതിൽ പരം മറ്റൊരു മാതൃക ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? ജനങ്ങൾ ചിന്തിക്കുന്നത് ഗുരുവിൻ്റെ ഈ ജെറുസലേം പ്രവേശനം ജെറുസലേമിൻ്റെ ഭരണമേറ്റെടുക്കാനുള്ള ഒരു രാജാവിൻ്റെ വരവായി കാണുന്നു. പക്ഷേ ഞാൻ അറിയുന്നു, അവൻ്റെ രാജ്യം ഈ ലോകത്തല്ല. ഞാനവനെ കൈവിടില്ല.
എന്ത് സംഭവിച്ചാലും ഞാൻ അവൻ്റെ സ്നേഹത്തിൽ ആഴ്ന്നിരിക്കും. കാരണം അവനാണ് സ്നേഹം, അവനാണ് ദൈവപുത്രൻ. സ്വർഗം ഭൂമിയെ സ്പർശിച്ച ഈ രാത്രി അവസാനിച്ചിട്ടില്ല. ലോകം എന്നേക്കുമായി മാറുന്നതിന് മുമ്പുള്ള സമാധാനത്തിൻ്റെ അവസാന നിമിഷം. പെസഹായുടെ അർത്ഥം പുനർനിർവചിച്ച രാത്രി. ഇതാ, ഈ നിമിഷം മുതൽ പെസഹ ശാരീരിക അടിമത്തത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ മാത്രമല്ല, ആത്മീയ മോചനത്തിലേക്കുള്ള നിത്യതയുടെ സ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടി കൂടിയാണ്. സ്നേഹവും വിശ്വാസവഞ്ചനയും ഒരേ അപ്പം പങ്കിടുന്ന രാത്രി. സഹോദരങ്ങൾ ഭയത്തിൻ്റെ വേലിയേറ്റത്തിൽ തള്ളിപ്പറയുന്ന രാത്രി. ഗുരുവിൻ്റെ ശബ്ദം ഉടൻ തന്നെ ഈ തളം കെട്ടി നിൽക്കുന്ന നിശബ്ദതയെ തകർക്കും. ഓരോ വാക്കിലും ചരിത്രം തിരുത്തി എഴുതപ്പെടും. മഷിയാലല്ല, ത്യാഗത്തിലൂടെ. പീഡനങ്ങളുടെ മണിക്കൂറുകൾ ആരംഭിക്കുന്നതിനു മുമ്പേ നിങ്ങളോടൊത്ത് ഈ പെസഹ ഭക്ഷിക്കുവാൻ ഞാൻ വളരെ ആഗ്രഹിച്ചു. ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾക്കായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം. നിങ്ങൾ ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടാൻ പോകുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ ഒത്തുചേരുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഗുരുനാഥ, ക്ഷമിക്കണം, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം എങ്ങനെ അങ്ങയുടെ ശരീരമാകും? ഈ വീഞ്ഞ് എങ്ങനെ അങ്ങയുടെ രക്തമാകും? തോമാ, ഇപ്പോൾ ഇത് ഗ്രഹിക്കുവാനുള്ള പക്വത നിങ്ങളുടെ മനസ്സുകൾ കൈവരിച്ചിട്ടില്ല. ഇനിയും കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായും വ്യക്തമാകും. ശരിയാണ്, എല്ലാം മനസ്സിലാക്കുന്നതിനുള്ള പക്വത ഞങ്ങൾക്ക് അന്ന് ഇല്ലായിരുന്നു. സംശയം എപ്പോഴും എനിക്ക് മുന്നിൽ ഒരു പുകമറ സൃഷ്ടിച്ചിരുന്നു. അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ എൻ്റെ നിസ്സഹായത മനസ്സിലാക്കിയതും പിന്നീടാണ്. അവർ അവനെ ക്രൂശിച്ചതിന് ശേഷം പ്രാണരക്ഷാർത്ഥം ഞങ്ങൾ ഒളിച്ചിരുന്നു. ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു. ഗുരുവിനെ എതിർക്കുന്നവർ, അവൻ്റെ ആശയങ്ങളെ എതിർക്കുന്നവർ നമ്മുടെ ചുറ്റിലും എപ്പോഴുണ്ട്. എന്താ, ഇപ്പോഴും ഇല്ലേ? നിങ്ങളും പേടിച്ചൊളിച്ചിരിക്കുകയല്ലേ? എന്നാൽ അത്ഭുതം സംഭവിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റു. എൻ്റെ സഹോദരങ്ങൾ ഓടി വന്ന് അറിയിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ അവരോട് പറഞ്ഞു, അവൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും വരെ, അവൻ്റെ മുറിവിൽ എൻ്റെ വിരലിടും വരെ, അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കും വരെ ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ എൻ്റെ ഗുരു മിശിഹ, അവൻ എന്നോട് നേരിട്ട് സംസാരിച്ചു. തോമാ, എൻ്റെ കൈകൾ നോക്ക്. അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈകൾ ചേർത്ത് വെച്ചു.
അവൻ എന്നോട് പറഞ്ഞു, ഇനി സംശയിക്കാതെ നിന്റെ കർത്താവിനെ വിശ്വസിക്കൂ. അപ്പോൾ സംശയത്തിൻ്റെ പുകമറ മാറ്റിക്കൊണ്ട് അതിമഹത്തായ സത്യം എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇന്നും ഈ ലോകം സംശയത്താൽ നിറഞ്ഞിരിക്കുന്നു. പക്ഷേ അവൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ആത്മാവിലൂടെ, വിശ്വാസത്തിലൂടെ, സ്നേഹത്തിലൂടെ. നമ്മിൽ പലരും കാഴ്ച നോക്കി മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. പക്ഷേ യേശു പറഞ്ഞതുപോലെ കണ്ടല്ല, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരാകുന്നു. ഇനി എൻ്റെ ജീവിതം സംശയത്തിലല്ല, വിശ്വാസത്തിലാണ് മുന്നോട്ട് ചരിക്കുക. ഞാൻ അവൻ്റെ സാക്ഷിയാണ്. യേശു നിത്യജീവനുള്ളവനാണ്. എൻ്റെ ഹൃദയത്തിൽ വാഴുന്ന ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങയെ അധികമധികം സ്നേഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഗുരു, ആരാണ് ആ ദ്രോഹി? ഇതെങ്ങനെ സംഭവിക്കും? ഞങ്ങളെല്ലാവരും അങ്ങയുടെ കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ. ഞങ്ങളാരും അങ്ങയെ ദ്രോഹിക്കില്ല ഗുരു. എന്നോടൊപ്പം ഇപ്പോൾ ഈ പാത്രത്തിൽ കൈവച്ചവൻ തന്നെ. യൂദാ, നീ ചെയ്യേണ്ടത് വേഗം ചെയ്യും. ദ്രോഹി, നീ നമ്മുടെ ഗുരുവിനെ... കേപ്പ, അവൻ പോയിക്കൊള്ളട്ടെ. അവനെ വെറുതെ വിടൂ. എനിക്ക് നിന്നോട് പരിഭവമില്ല യൂദാ. പോയിക്കൊള്ളൂ. നേരം അടുത്തിരിക്കുന്നു. കേപ്പ, നാളെ വെളുപ്പിന് കോഴി 2 തവണ കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 തവണ തള്ളിപ്പറയും കേപ്പ. ഗുരു, അങ്ങ് മരിക്കാൻ പറഞ്ഞാൽ ഞാൻ അതിനും തയ്യാർ. ഒരു നിമിഷത്തേക്കെങ്കിലും നിന്നിൽ നിന്ന് വേർപെട്ടു പോയാലോ എന്ന ചിന്ത എന്നെ തകർക്കുന്നു. പിന്നെ ഞാൻ എങ്ങനെ... എൻ്റെ ഹൃദയം അഗാധമായ ദുഃഖഭാരത്താൽ പൊള്ളുന്നു. ഞാനിങ്ങനെ ആയിത്തീരേണ്ടവനായിരുന്നില്ല. യേശു എന്നെ പേര് ചൊല്ലി വിളിച്ചവനാണ്. അവൻ കുരിശിൽ കയറും വരെ അവൻ്റെ സ്നേഹവും കരുണയും ഞാൻ അനുഭവിച്ചു. കഴിഞ്ഞ 3 വർഷം, അതെ 3 വർഷം, എന്നെ കൂടപ്പിറപ്പായി കണ്ട എൻ്റെ ഗുരുവിനെ ഞാൻ ഒറ്റി. എന്നാൽ എവിടെയോ എൻ്റെ മനസ്സ് മാറി. ഞാൻ വഞ്ചനയുടെ നിലയില്ല കയത്തിലേക്ക് എടുത്തു ചാടി. എനിക്കൊരു സംശയം. യേശു ഇത്ര മഹാനായിരുന്നെങ്കിൽ അവൻ രാജാവാകേണ്ടതല്ലേ? അവൻ ശക്തിയുള്ളവനായിരിക്കേണ്ടതല്ലേ? ഞങ്ങൾക്കിടയിൽ പണം കൈകാര്യം ചെയ്തിരുന്നത് ഞാനായിരുന്നു. എന്നാൽ യേശു അവയെക്കുറിച്ച് ഒരിക്കലും കാര്യമായി ആലോചിച്ചില്ല. ഒരിക്കൽ പോലും അവൻ അതിൻ്റെ ഗൗരവം കാണിച്ചില്ല. എത്ര പണം സമ്പാദിക്കാമായിരുന്നു? അതാണ് എൻ്റെ മനസ്സിനെ മാറ്റി ചിന്തിപ്പിച്ചത്. രാത്രിയിലൊരിക്കൽ ഞാൻ പുരോഹിതന്മാരെ സമീപിച്ചു. 30 വെള്ളിക്കാശ്, അത്രമാത്രം. എൻ്റെ ഗുരുവിനെ, എൻ്റെ അശരണനായ സുഹൃത്തിനെ ഞാൻ വിറ്റു. അവനെ ബന്ദിയാക്കാൻ വരുന്നവർക്ക് ഞാനൊരു അടയാളം കൊടുക്കണം. ഒരു ചുംബനം. അതെ, ചുംബനം. സ്നേഹത്തിൻ്റെ അടയാളമായ ചുംബനം. എന്നാൽ ഞാനത് ചതിയുടെ പ്രതീകമായി പ്രയോഗിച്ചു.
അവനെ അവർ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അവൻ എൻ്റെ കണ്ണിൽ നോക്കി. ആ നോട്ടം എൻ്റെ ഗുരുവിൻ്റെ, എൻ്റെ സഹോദരൻ്റെ ആ കണ്ണുകളിൽ എന്നോട് പരിഭവമോ വെറുപ്പോ ശാപമോ ഉണ്ടായിരുന്നില്ല, മറിച്ച് ക്ഷമ. അവൻ ഞാൻ ചെയ്ത കൊടുംചതിക്ക് ആ കണ്ണുകളിലൂടെ സ്നേഹത്തോടെ പൊറുത്തു തന്നു. എനിക്ക് ഈ പാപഭാരവുമായി ഇനി ജീവിക്കാനാകില്ല. നോക്കണ്ട, വഞ്ചനയുടെ, അത്യാർത്തിയുടെ പിടിയിൽ ഞാൻ മാത്രമല്ല നിങ്ങളും ഒരു നാൾ അകപ്പെടും. പാപങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ നിങ്ങളും പേറുന്നില്ലേ? ജെറേമിയായുടെ പുസ്തകത്തിൽ നിന്നും 31-ാം അധ്യായം. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. എൻ്റെ നിയമം ഞാൻ അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും. ഇന്ന് ഈ പ്രവചനം പൂർത്തിയായിരിക്കുന്നു. ഇതാ, ആസന്നമാകാൻ പോകുന്ന പീഡനങ്ങളുടെ രഹസ്യം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ അത്താഴം അതിൻ്റെ ഒരു പൊരുൾ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ചെറുതാകലിൻ്റെയും അനന്തതയിലേക്ക് കൂടി നമ്മെ നയിക്കുന്നു. യേശു അവൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി വിനയത്തിൻ്റെ പുത്തൻ മാതൃക രചിച്ചിരിക്കുന്നു. ഈ അത്താഴം പുതിയൊരു ഉടമ്പടിയാണ്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ബന്ധമാണ്. നാം സ്നേഹത്തിലൂടെ ജീവിക്കേണ്ടതിൻ്റെ ഓർമ്മ കൂടിയാണ്. ഇന്ന് നമ്മൾ യൂദാസും പത്രോസും തോമസുമാകാം, പക്ഷേ യേശു സ്നേഹത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടു നമ്മെ പുതുജീവിതത്തിലേക്ക് വിളിക്കുന്നു. അഗാപ്പേ. ഇന്ന് നമുക്ക് മുൻപിൽ നമ്മുടെ സീനിയർ CLC ഒരുക്കിയ ഈ വിരുന്ന് നമ്മളെല്ലാവരും മതിയാവോളം ആസ്വദിച്ചു അല്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരിതെല്ലാം ചെയ്തത്. നമുക്കിന്നത്തെ സഹായായിസ അവർ നൽകിയ വിരുന്ന് നമ്മളെല്ലാവരും ഭംഗിയായിട്ട് ആഘോഷിച്ചു. ഇനിയും നമുക്കവർക്ക് നല്ല പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഇടവകയിൽ കൂടുതൽ ഇതുപോലുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ ഇനി വരുന്ന അധികാരികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇടവകയുടെ പേരിലും വികാരിയസിൻ്റെ പേരിലും കൈക്കാരന്മാരുടെ പേരിലും
മറ്റുള്ള എല്ലാ സംഘടനകളുടെ പേരിലും നന്ദി പറയുകയാണ്. നമുക്കറിയാം, ഒത്തിരിയേറെ സമയമെടുത്താണ് അവർ ഇത് പ്രാക്ടീസ് ചെയ്തത്. സ്ക്രിപ്റ്റ് എഴുതിയാലൂടെ ഇല്ല, പക്ഷേ സംവിധായകൻ സിജോ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട പുറകിൽ ജീസസ് ക്രൈസ്റ്റ് ആയിട്ട് നമ്മുടെ തന്നെ കൊച്ചച്ഛനായിരുന്നു. അച്ഛൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് നമ്മുടെ ഇടവകയിലെ. ഒരു പ്രത്യേക കൺഗ്രാജുലേഷൻസ് അച്ഛന് കൊടുക്കുക. പൗരോഹിത്യ ജീവിതം ഇതാണെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ജനം മുഴുവൻ ക്രൂശിലേറ്റും എങ്കിലും വചനത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, അതാണ് പൗരോഹിത്യമെന്ന് എറവിലെ മക്കൾ കാണിച്ചു തന്നു കൊച്ചച്ഛനെ. തീർച്ചയായിട്ടും അച്ഛൻ്റെ പൗരോഹിത്യത്തിലെ അതൊരു ഓർമ്മയായിരിക്കട്ടെ. ഈ ഒരു പെസഹ അച്ഛനെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യത്തെ പെസഹയാണ്. തീർച്ചയായിട്ടും അച്ഛനും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇവരുടെ കൂടെ നിന്ന് അഭിനന്ദിച്ചത് സംവിധാനത്തിലുള്ളവരും ലൈറ്റിലുള്ളവരൊക്കെ CLC-ക്കാരിൽ പങ്കെടുത്തവരും ഒന്ന് നിൽക്കുക. പുറകില് 4 കൈക്കാരന്മാരെ സ്റ്റേജിലേക്ക് വരിക. 4 കൈക്കാരന്മാർ. സീനിയർ CLC-യുടെ മന്ത്ലി മീറ്റിംഗ് ഈ കഴിഞ്ഞ വിഭൂതി തിരുനാളിൻ്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച കൂടുകയുണ്ടായി. ആ മീറ്റിങ്ങിൽ വരുന്ന നോമ്പുകാലത്തെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്യാം എന്നുള്ള ചർച്ചയ്ക്കിടയിൽ ഞങ്ങളുടെ ട്രഷററായ മിസ്റ്റർ വിറ്റസ് വിൻസെൻ്റ് ഒരാശയം അവതരിപ്പിക്കുകയുണ്ടായി. അതിതായിരുന്നു: ഈശോയുടെ അന്ത്യത്താഴം ആധാരമാക്കി ഒരു നാടകം പെസഹാ ദിനത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു. ഈ ആശയത്തെ എല്ലാ അംഗങ്ങളും ഇരുകൈ നീട്ടി സ്വീകരിച്ചു. ഞങ്ങൾ ഈ ആശയവുമായി ഞങ്ങളുടെ ഇടവക വികാരി ഫാദർ റോയ് ജോസഫ് വടക്കനെ സമീപിച്ചു. അദ്ദേഹം ഞങ്ങളെ ഒത്തിരി സന്തോഷത്തോടെ അഭിനന്ദിക്കുകയും അതിനു വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരികയും ചെയ്തു. പിന്നീട് ഞങ്ങളുടെ മറ്റൊരു മെമ്പറായ ഡെലീഷ് പൊന്മാണിയെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സമീപിച്ചു. അദ്ദേഹം വിദേശത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അദ്ദേഹമാണ് ഞങ്ങൾ അവതരിപ്പിച്ച ദ വേ ടു കാൽവരി എന്ന നാടകത്തിൻ്റെ സ്ക്രിപ്റ്റും സംവിധാനവും നിർവഹിച്ചത്. അന്ന് ആ നാടകത്തിന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ നാഷണൽ അവാർഡ് ലഭിച്ചിരുന്നു. ഇപ്പോൾ ഈ നാടകം അഗാപ്പയുടെ സ്ക്രിപ്റ്റ് എഴുതി ലഭിക്കുന്നതിന് ഞങ്ങൾ സമീപിച്ചപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി അദ്ദേഹം അത് ഏറ്റെടുക്കുകയും വ്യത്യസ്തതയാർന്ന ഒരു സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് എഴുതി നൽകുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അതുപോലെ കൊച്ചിൻ കലാഭവൻ്റെ പ്രസിഡൻ്റായ ഫാദർ ചെറിയാൻ CMI ഈ നാടകത്തിന് വേണ്ട മനോഹരമായ ഒരു ഗാനം ഞങ്ങൾക്ക് എഴുതി നൽകി. ആ വരികൾക്ക് ജീവൻ നൽകിയത് ഫാദർ ഫിനിൽ CMI ആണ്. ആസ്വാദികരമായിട്ടുള്ള ആ ഗാനവും വ്യത്യസ്തമായ ഈ സ്ക്രിപ്റ്റും കൂടി ചേർന്നപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ മനോഹരമായി അഗാപ്പെ എന്ന നാടകം ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. ഏകദേശം 45 ദിവസത്തോളം അഗാപ്പ എന്ന നാടകത്തിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു ഞങ്ങൾ. ഈ ദിവസങ്ങളിലെല്ലാം ഈശോയോട് നിരന്ന് പ്രാർത്ഥിക്കാനും ഈ നാടകത്തിന് വേണ്ടി ഓരോ പ്രോപ്പർട്ടീസ് തയ്യാറാക്കാനും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായി ഈ നാടകത്തിലെ ഓരോ രംഗങ്ങളും ഏറ്റവും മനോഹരമാകാൻ ദൈവകൃപയാൽ ഞങ്ങൾക്ക് സാധിച്ചു. അഗാപ്പ എന്ന നാടകത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗത്തിൽ ഇതിനുള്ള തുക പറ്റി ചിന്തിച്ചപ്പോൾ വലിയൊരു തുക ഇതിനായി ചിലവാകും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആയതിനാൽ ഈശോയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഈശോയെ, അങ്ങയുടെ ജീവിതത്തിൻ്റെ ഒരു അധ്യായം മറ്റുള്ളവർക്കായി കാഴ്ചവെക്കുവാൻ അങ്ങ് തന്നെ സഹായിക്കണമേ. ഇതിനായി വരുന്ന സാമ്പത്തികമായ സഹായം അങ്ങ് തന്നെ ഞങ്ങൾക്ക് കണ്ടെത്തുവാനുള്ള കൃപ തരണമേ. അതുമായി ഞങ്ങൾ ഇടവക ജനത്തിൻ്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അവരൊക്കെ വഴി ഞങ്ങളെ സഹായിക്കുകയും ഈ നാടകം മനോഹരമായി തീർക്കുവാനായി ദൈവം ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. 2023 ദ വേ ടു കാൽവരി എന്ന നാടകം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നമുക്ക് ഇടം കിട്ടുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ 2025 അഗാപ്പെ എന്ന നാടകം വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു.
ഒരുപാട് ദൈവത്തോട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ സീനിയർ CLCയിൽ ഒന്നുകൂടെ ഒരുമിച്ച് കൂട്ടാനായിട്ട് ദൈവത്തിന് ഞങ്ങളൊന്നുകൂടെ കൈപ്പിടിച്ച് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കാനായിട്ട് വളരെയധികം ഞങ്ങളെ സഹായിച്ചു. ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇതാണ് ഞങ്ങളുടെ ലഹരി. ഈശോയുടെ ജീവിത ചരിത്രത്തിലെ ഓരോ താളുകൾ നാടകരൂപേണ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നത്. ഞങ്ങളുടെ ഇടവക വികാരി റോയച്ചൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈശോ നൽകുന്ന ഓരോ അവസരങ്ങളും മാക്സിമം ഉപയോഗിക്കുക എന്ന്. ഇത് ഞങ്ങൾക്ക് ലഭിച്ച ഒരു അവസരമാണ്. അത് മാക്സിമം പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചു. ദൈവം നൽകിയ താലന്തുകൾ, കഴിവുകൾ, അത് ഞങ്ങൾ പരസ്പരം ഒരു ടീം വർക്ക് പോലെ പ്രയോജനപ്പെടുത്തി ഒരു നാടകരൂപം അഗാപ്പെ മറ്റുള്ളവരുടെ മുമ്പിൽ മനോഹരമായി അവതരിപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. സർവശക്തനായ ദൈവത്തിന് ഇതിന് ഒരവസരം നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു.